ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത. മരിയ വാൽത്തോർത്ത. ഗ്രന്ഥകർത്തിയുടെ ലഘു ജീവചരിത്രം. ജനനവും ബാല്യവും. മരിയ വാൽത്തോർത്ത 1897 മാർച്ച് 14 ഇറ്റലിയിലെ കാസോർത്ത എന്ന സ്ഥലത്ത് ജനിച്ചു. അവളുടെ പിതാവ് ജോസഫ് മാന്തോവയിലെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനും അവളുടെ അമ്മ ഇസിദെ ഫിയോറാവാൻസി ക്രിമോണയിലെ ഒരു ഫ്രഞ്ച് അധ്യാപികയും ആയിരുന്നു. ജനനത്തിൽ തന്നെ മരണത്തോട് മല്ലിടേണ്ടി വന്ന മരിയ ഏകപുത്രിയായി. അവളെ പാലൂട്ടി വളർത്തുന്നതിന് ഒരു ആയയെ ഏർപ്പെടുത്തി. ആ സ്ത്രീ അത്ര നല്ലവളായിരുന്നില്ല. മരിയയ്ക്ക് 1.5 വയസ്സുള്ളപ്പോൾ കുടുംബം റൊമാനയിലെ ഫയൻസായിലേക്ക് താമസം മാറ്റി. 1901 വീണ്ടും മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെ മരിയയെ മിലാനിലുള്ള ഏഴ്സലൈൻ സിസ്റ്റേഴ്സിൻ്റെ കിൻഡർഗാർട്ടൻ സ്കൂളിൽ ചേർത്തു. 4.5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഈശോയെപ്പോലെ സഹിച്ച് ഈശോയെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. 1904 7 വയസ്സുള്ളപ്പോൾ മരിയയെ വിയാവെൻറ്റി സെപ്റ്റംബറിൽ മർസലൈൻ സിസ്റ്റേഴ്സ് നടത്തിയിരുന്ന പ്രൈമറി സ്കൂളിൽ ചേർത്തു. അവിടെ ആരംഭം മുതൽ മരിയ ക്ലാസ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. അവിടെ വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴാണ് 1905 മെയ് 30 അവൾ പുണ്യചരിതനായ കർദിനാൾ അൻഡ്രേയ ഫെറാറിയിൽ നിന്ന് സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. അത് അവളെ സ്നേഹത്തിൻ്റെ അരൂപിയാൽ നിറച്ചു. വീണ്ടും അവളുടെ പിതാവിന് ലഭിച്ച സ്ഥലമാറ്റ നിമിത്തം 1907 സെപ്റ്റംബറിൽ കുടുംബം വൊഗേറ എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും മരിയ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ആ സ്കൂളിൽ ഫ്രഞ്ച് പഠിപ്പിച്ചിരുന്ന സന്യാസ സഭാംഗങ്ങളുമായി പരിചയപ്പെടുന്നതിന് അവൾക്കിടയായി. അങ്ങനെ ദൈവസ്നേഹത്തിൽ വളരുന്നതിനും 1908 ഒക്ടോബർ ആദ്യ ഞായറാഴ്ച പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നതിനും സാധിച്ചു. എന്നാൽ അവളുടെ പിതാവ് ആ ചടങ്ങിൽ പങ്കെടുക്കാനില്ലാതിരുന്നത് അവളെ വളരെ വേദനിപ്പിച്ചു. അവളുടെ അമ്മയാകട്ടെ ഒരു പരുക്കൻ പ്രകൃതക്കാരിയും പിതാവിൻ്റെ സാന്നിധ്യം അത്ര ആവശ്യമൊന്നുമല്ല എന്ന അഭിപ്രായക്കാരിയുമായിരുന്നു. മോൺസായിലെ ബോർഡിംഗ് സ്കൂളിൽ. അമ്മയുടെ കാർക്കശ്യത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുവാൻ 12 വയസ്സിൽ മരിയയെ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. ഉണ്ണിമേരിയുടെ ഉപവി സഹോദരികൾ നടത്തിയിരുന്ന വളരെ ശ്രേഷ്ഠമായ ആ സ്ഥാപനം മരിയയ്ക്ക് സ്വന്തം ഭവനം പോലെ അനുഭവപ്പെട്ടു. മരിയയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയ സഹോദരികൾ അവളെ വാത്സല്യപൂർവ്വം വാൽത്തോർത്തീനോ എന്ന് വിളിച്ചിരുന്നു. പഠനത്തിലുള്ള അവളുടെ താൽപ്പര്യം, ക്രമം, വിധേയത്വം ഇവയെല്ലാം അവളെ മാതൃകാ വിദ്യാർത്ഥിനിയാക്കി. എന്നാൽ അവളുടെ അമ്മയുടെ ആഗ്രഹം അവൾ ശാസ്ത്ര സാങ്കേതിക പഠനങ്ങൾ നടത്തണമെന്നതുകൊണ്ട് അവൾക്ക് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നെങ്കിലും ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ അവൾ ഗണിതശാസ്ത്ര പരീക്ഷയിൽ ദയനീയമായി പരാജയപ്പെടുകയും അങ്ങനെ കുറേ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കൂടുതൽ ഉത്സാഹത്തോടെ പരിശ്രമിച്ച് അവൾ നിർത്തിവെച്ചിരുന്ന സാഹിത്യ പഠനം പൂർത്തിയാക്കി നഷ്ടപ്പെട്ട സമയം വീണ്ടെടുത്തു. 5 വർഷത്തെ തിക്തമായ സ്കൂൾ വിദ്യാഭ്യാസവും 4 വർഷത്തെ സന്തോഷപ്രദമായ കോളേജ് പഠനവും കഴിഞ്ഞ് അമ്മയുടെ കൽപ്പനയനുസരിച്ച് അവൾ വീട്ടിലേക്ക് പോയി. സമാധാനം നിറഞ്ഞു നിന്നിരുന്ന കോളേജ് ജീവിതത്തോട് വിട പറയുമ്പോൾ താൻ ഉടനെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പീഡനങ്ങളും വിഷമതകളും ഓർത്ത് അവൾ ഭയപ്പെട്ടു, ദുഃഖിതയായി. കോളേജിൽ അവസാനമായി നടത്തപ്പെട്ട ബിഷപ്പ് കസാനിയുടെ ധ്യാനത്തിൽ അവളുടെ അടുത്ത ഭാവിയിലെ ജീവിതാനുഭവങ്ങളെ ഫലപ്രദമാക്കി തീർക്കുവാൻ വേണ്ട കൃപാവരത്തിനായി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. അതോടൊപ്പം അവളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യവും രൂപവും നൽകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കർത്താവ് അവളുടെ പ്രാർത്ഥന സ്വീകരിച്ചു. ദൈവം അവളിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നതെന്നും ദൈവത്തിലുള്ള ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും അവളെ മനസ്സിലാക്കി കൊടുത്തു. ഫ്ലോറൻസിൽ. 1913 വാൽത്തോർത്ത കുടുംബം ഫ്ലോറൻസിലേക്ക് മാറി താമസിച്ചു.
അനാരോഗ്യ നിമിത്തം അവളുടെ പിതാവ് സർവീസിൽ നിന്നും വിരമിച്ച് വിശ്രമത്തിനായിട്ടാണ് ഫ്ലോറൻസിലേക്ക് താമസം മാറ്റിയത്. മരിയ പിതാവും ഒന്നിച്ച് പലപ്പോഴും പട്ടണത്തിലേക്ക് പോകാറുണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാലത്ത് കിട്ടിയ ആധ്യാത്മിക ശിക്ഷണത്തിൽ തന്നെ അവൾ ജീവിതം നയിച്ചു. അവളുടെ അമ്മയിൽ നിന്ന് ലഭിച്ചിരുന്നതാകട്ടെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള നിസ്സംഗതയായിരുന്നു. ഫ്ലോറൻസിൽ വെച്ച് മരിയ റോബർട്ട് എന്ന യുവാവിനെ കണ്ടുമുട്ടി. റോബർട്ട് ധനികനും സുന്ദരനും പെരുമാറ്റത്തിൽ കുലീനനുമായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചു. നിശബ്ദവും ശാന്തവും പരസ്പര ബഹുമാനം നിറഞ്ഞതുമായ സ്നേഹം. എന്നാൽ മരിയയുടെ അമ്മ ആ സ്നേഹബന്ധം ആരംഭത്തിൽ തന്നെ തടഞ്ഞു. 9 വർഷം കഴിഞ്ഞു മരിയ മാരിയോ എന്ന യുവാവിനെ സ്നേഹിച്ചു. മാരിയോയ്ക്ക് അമ്മയില്ലായിരുന്നു. ആ ശൂന്യത നികത്തി ഒരു പുതുജീവൻ പകർന്ന് അയാളെ ജീവിത വിജയത്തിലെത്തിക്കാൻ മരിയ ആഗ്രഹിച്ചു. എന്നാൽ വിവാഹ വാഗ്ദാനം കഴിഞ്ഞ ആ സ്നേഹബന്ധത്തെയും അമ്മ തകർക്കുക തന്നെ ചെയ്തു. മരിയയ്ക്ക് ജീവിക്കാൻ തന്നെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു സ്നേഹം. എന്നാൽ മാനുഷിക സ്നേഹവാത്സല്യങ്ങൾ എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയുന്നതിന് വേണ്ടിയാണ് ഈ അനുഭവങ്ങളെല്ലാം അവൾക്കുണ്ടായത്. ഒരു സ്വപ്നം. 1916 വസന്തകാലത്ത് നിരാശയിലും കടുത്ത ദുഃഖത്തിലും കഴിഞ്ഞിരുന്ന ഒരു ഘട്ടത്തിൽ മരിയയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. കർത്താവ് അവളെ തന്നിലേക്ക് വീണ്ടും അടുപ്പിക്കുന്നതിന് നൽകിയ ആ സ്വപ്നം ജീവിതകാലം മുഴുവൻ മരിയയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. സ്വപ്നത്തിൽ ഈശോയെ അവൾ കണ്ടു. ഈശോ ആദ്യം അവളോട് പിണങ്ങുകയും പിന്നീട് പ്രോത്സാഹന വാക്കുകൾ പറയുകയും ചെയ്തു. അനന്തരം പാപമോചനം നൽകി ആശീർവദിക്കുന്നതായി അവൾ കണ്ടു. ഇത് ഭാവിയിലെ അവളുടെ ദൗത്യത്തിൻ്റെ ഒരുക്കമായും മുന്നോടിയായും മരിയ മനസ്സിലാക്കി. തന്നെ പൂർണ്ണമായും ശുദ്ധീകരിച്ച അനുഭവമായിരുന്നു ഈശോയുടെ ആശീർവാദം ലഭിച്ചപ്പോൾ അവൾക്കുണ്ടായത്. അലൗകികമായ എന്തോ തൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ച അനുഭവത്തിലാണ് അവൾ ഉണർന്നത്. സമരിറ്റൻ നേഴ്സ്. 1917 മരിയ സമരിറ്റൻ നേഴ്സുമാരുടെ സംഘത്തിൽ ചേർന്ന് 18 മാസത്തേക്ക് മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അവിടെ മുറിവേറ്റ ഭടന്മാരെ ശുശ്രൂഷിക്കുന്ന ജോലിയാണ് അവൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ വേദന സഹിക്കുന്നവരെ ശുശ്രൂഷിച്ചുകൊണ്ട് കുറേ കാലം കഴിച്ചപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ആന്തരിക പ്രചോദനം അവൾക്ക് ലഭിച്ചു. പുറത്ത് അടിയേൽക്കുന്നു. അവിചാരിതമായി ഒരു ക്രൂരത അനുഭവിച്ചത് അവളുടെ ബലിജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. 1920 മാർച്ച് 27 അത് സംഭവിച്ചു. മരിയയും അമ്മയും കൂടെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുറകിൽ നിന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് അവളെ ആഞ്ഞടിച്ചു. അതിൻ്റെ ഫലമായി 3 മാസം അവൾ കിടക്കയിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു. ഇതും ഭാവിയിൽ അവൾ അനുഭവിക്കുവാനിരുന്ന വലിയ രോഗത്തിൻ്റെ മുന്നോടിയായിരുന്നു. റേജിയോ കലാബ്രിയായിൽ. ആ വർഷം ഒക്ടോബറിൽ മരിയ അവളുടെ മാതാപിതാക്കളും ഒരുമിച്ച് റേജിയോ കലാബ്രിയായിലുള്ള ഒരു ബന്ധുവീട്ടിൽ താമസിക്കാൻ പോയി. വളരെ സുന്ദരമായ ആ പ്രദേശത്ത് താമസിച്ചത് അവളുടെ മനസ്സിന് നവോന്മേഷം നൽകി. കസിൻ സഹോദരി ക്ലോറ്റിൽഡിൻ്റെ പുസ്തകങ്ങൾ വളരെ ഉത്സാഹത്തോടെ വായിച്ചു. അവയിൽ ഒരു പുസ്തകം വഴി കർത്താവ് അവൾക്ക് ശക്തമായ ഒരു പ്രചോദനം കൂടി നൽകി. അന്റോണിയോ ഫൊഗസാറോ എഴുതിയ വിശുദ്ധൻ എന്ന ആ പുസ്തകം അവളുടെ ഹൃദയത്തിൽ മായാത്ത ഒരടയാളം പതിച്ചു. കലാബ്രിയായിൽ വച്ച് മരിയയ്ക്ക് ചില മാനസിക ഉൾക്കാഴ്ചകളും ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിലാകട്ടെ പലപ്പോഴും മുന്നറിയിപ്പുകൾ പോലെയും അസാധാരണ അനുഭവങ്ങൾ പോലെയും ചില ദാനങ്ങൾ അവൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. റേജിയോയിൽ വച്ച് വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള ഭക്തി വർദ്ധിക്കുകയും അത് അവളുടെ ആധ്യാത്മികതയുടെ അവിഭാജ്യ ഘടകമായി തീരുകയും ചെയ്തു. റേജിയോയിൽ വച്ച് തന്നെ മാരിയോയുമായുള്ള വിവാഹ നിശ്ചയം അമ്മയുടെ കുതന്ത്രങ്ങളാൽ തകരുന്നതും അവൾ മനസ്സിലാക്കി. 1922 അവർ ഫ്ലോറൻസിലേക്ക് മടങ്ങി. കൈപ്പേറിയ അനുഭവങ്ങളും ഓർമ്മകളുമായി 2 വർഷം അവിടെ ചെലവഴിച്ചു.
വിയ റേജിയോയിൽ. 1924 ഒക്ടോബർ 23 വിയ റേജിയോയിൽ അവർ പുതുതായി വാങ്ങിയ കൊച്ചു വീട്ടിൽ താമസം തുടങ്ങി. ഇവിടെ മിക്കവാറും ഏകാന്തതയിൽ അവൾ ജീവിച്ചു. വല്ലപ്പോഴും ഉല്ലാസയാത്രയായി കടൽത്തീരത്തും വനത്തിലും പോകുന്നതും ദിവസവും കടയിൽ പോകുന്നതും ഒഴികെ ഏകാന്തത തന്നെയായിരുന്നു. കടയിൽ പോകുന്ന വഴിക്ക് ദിവ്യകാരുണ്യനാഥനെ സന്ദർശിക്കുന്നതിന് അവൾക്ക് സൗകര്യം ലഭിച്ചു. അങ്ങനെ അമ്മയുടെ ശകാരവർഷം ഏൽക്കാതെ ദിവ്യകാരുണ്യനാഥനെ സന്ദർശിച്ച് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് അവൾ കടന്നു. ഈ കാലത്ത് നാഥനോടുള്ള സ്നേഹത്തിൽ അവൾ കൂടുതൽ പക്വത പ്രാപിച്ചു. സ്നേഹത്തിന് സമർപ്പണം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സ്വയംകൃത ചരിതം ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്ത മരിയ വിശുദ്ധയെ അനുകരിച്ച് കർത്താവിൻ്റെ കരുണാതരമായ സ്നേഹത്തിൻ്റെ ബലിവസ്തുവായി 1925 ജനുവരി 28 സ്വയം സമർപ്പിച്ചു. ഈ സമർപ്പണം തുടർന്ന് എല്ലാ ദിവസവും അവൾ നവീകരിച്ചിരുന്നു. അപ്പോൾ മുതൽ അസാധാരണമാംവിധം ദൈവസ്നേഹത്തിൽ അവൾ വളർന്നു. അവളുടെ വാക്കിലും പ്രവൃത്തിയിലും ഈശോയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. പ്രേഷിതത്വത്തിനുള്ള അഭിനിവേശം. കർത്താവിന് സേവനം ചെയ്യാൻ വളരെ തീഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് അവൾ വിശുദ്ധ പൗലോസിൻ്റെ സംഘം എന്ന സംഘടനയിൽ ചേർന്നു. പക്ഷേ അവൾക്ക് ലഭിച്ച ജോലി വളരെ എളിയതും അജ്ഞാതവും ദൈവത്തിന് മാത്രം അറിയാവുന്ന സഹനങ്ങളാൽ നിബിഡവുമായിരുന്നു. പ്രവർത്തനത്തേക്കാൾ സഹനം വഴിയാണ് അവൾ നാഥന് സേവനം ചെയ്തത്. എന്നാൽ 1929 ഡിസംബറിൽ അവൾ കാത്തലിക് ആക്ഷൻ സംഘടനയുടെ യുവവിഭാഗത്തിൻ്റെ കൾച്ചറൽ ഡെലിഗേറ്റായി നിയമിക്കപ്പെട്ടു. വളരെ ഉത്സാഹത്തോടെ അവൾ കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു. ധാരാളം ആളുകൾ അവയിൽ പങ്കുകൊണ്ടു. നാമമാത്ര ക്രിസ്ത്യാനികളായിരുന്ന അനേകരും അതിൽ സംബന്ധിച്ചു. ദൈവനീതിക്കായി സ്വയം അർപ്പിക്കുന്നു. പൂർണ്ണ രോഗിണിയായിത്തീരുന്നു. ഇതിനിടയിലെല്ലാം ദൈവനീതിക്കായി സ്വയം ബലിവസ്തുവായി അർപ്പിക്കണം എന്ന ചിന്ത അവളിൽ വളർന്നുകൊണ്ടിരുന്നു. അതിനായി കൂടുതൽ പരിശുദ്ധവും ത്യാഗപൂർണവുമായ ജീവിതത്തിലൂടെ അവൾ സ്വയം ഒരുങ്ങുകയും ചെയ്തു. അവൾ കന്യാത്വവും ദാരിദ്ര്യവും അനുസരണവും വ്രതമായി സ്വീകരിച്ച് ജീവിച്ചു വന്നു. 1931 ജൂലൈ മാസത്തിൽ ഈ വ്രതങ്ങൾ അവൾ ഒരിക്കൽ കൂടി നവീകരിച്ചു. അവളുടെ ശാരീരികവും ആധ്യാത്മികവുമായ സഹനങ്ങൾക്ക് ഒരു ശമനവും ഉണ്ടായിരുന്നില്ല. 1933 ജനുവരി 4 മരിയ വളരെ പ്രയാസപ്പെട്ടതാണെങ്കിലും വീട്ടിൽ നിന്ന് അവസാനമായി പുറത്തിറങ്ങിയത്. 1934 ഏപ്രിൽ 1 മുതൽ അവൾക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. സുദീർഘവും വേദന ഒന്നിനൊന്ന് കൂടിക്കൊണ്ടിരുന്നതുമായ രോഗത്തിൻ്റെ സ്നേഹപാരവശ്യത്തിൻ്റെ ആരംഭമായിരുന്നു അത്. അവൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവിടുത്തെ ഒരു ഉപകരണമായി തീർന്നു. സഹനത്തിലൂടെ സ്നേഹത്തിലൂടെ പരിഹാരം ചെയ്യുക എന്നതായിരുന്നു അവളുടെ ദൗത്യം.